ഇതെന്നാ വീട്ടാന കുഴപ്പം? ഇത് നിങ്ങളുടെ അറാസത്വമല്ലോ. നിങ്ങൾ എടുക്കണ്ട വേണ്ട 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 വേണ്ട. എന്നാ വിഷയം നോക്കി ഇതുപോലുള്ള പൊതുസ്ഥലത്ത് കൊണ്ട് വേസ്റ്റ് വേണ്ടില്ലേ? അപ്പൊ സംഭവം ഇതൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള കുമാരമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. തൊടുപുഴ അടിമാലി റൂട്ടിൽ നോക്കിയ സ്നേഹാരാമം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടൊരു പൂന്തോട്ടം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വേസ്റ്റുകളും അതുപോലെ മദ്യക്കുപ്പികളും ഒക്കെ ഇട്ട് ഒരു ഇഞ്ചക്കാട് പിടിച്ചു കിടന്ന ഒരു സ്ഥലമാണ് ഇത്ര മനോഹരമാക്കി തീർത്ത ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടം നിർമ്മിച്ച MKNM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ആണ്. അവരാണ് അവർ കുറച്ച്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത്? എന്താണ് ഇതിന്റെ ഒരു പിന്നിലെ ഉദ്ദേശം? ടീച്ചർ നമ്മളോട് പറയും. പറഞ്ഞു നിങ്ങളെ. കേരളത്തിലെ ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ട് മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാനായിട്ട് നടത്തുന്നൊരു പ്രോജക്റ്റാണ് സ്നേഹാരാമം എന്ന് പറയുന്നത്. ഇത് അതാത് പ്രദേശങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞ് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ നന്നാക്കിയെടുക്കുക, മനോഹരമായ സ്പോട്ടുകളാക്കി മാറ്റുക, ആളുകൾക്കുള്ള വിശ്രമ കേന്ദ്രങ്ങളാക്കി മാറ്റുക, അതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ കേരളത്തിൽ ശരിക്കും എത്ര ഇതുപോലുള്ള പൂന്തോട്ടങ്ങളാണ്? 3000 എണ്ണം എന്നാണ് മന്ത്രി. 3000. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പല സ്കൂളിൽ പഠിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? അവരൊക്കെ ചെയ്തേക്കണ ഇതുപോലുള്ള പൂന്തോട്ടങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ താഴെ ഒരു ഫോട്ടോ ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തോരം ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത്. അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ച മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും പറയാമോ? ഇതിനകത്ത് NSSനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നാഷണൽ സർവീസ് സ്കീം. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇതെല്ലാം NSS വോളണ്ടിയേഴ്സ് ആണ്. ഉണ്ട്, 100ഓളം ആളുകളുണ്ട്. കുറച്ച് പേര് മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം കുറച്ച് പേര് മാത്രമേ നമ്മുടെ ഇവിടെ ഉള്ളൂ. ഇതിലും കൂടുതൽ കുട്ടികളെ ചേർന്നാണ് കേട്ടോ ഈ ഒരു സംഭവം ഒരുക്കിയിരിക്കുന്നത്. 100 പേരാണ് നമ്മുടെ യൂണിറ്റിലുള്ളത്. അപ്പോൾ പാഴ്വസ്തുക്കൾ എങ്ങനെ മനോഹരമായിട്ട് അവതരിപ്പിക്കാം എന്ന് ഇവിടെ വോളണ്ടിയർമാർ ചെയ്തിട്ടുണ്ട്. ഇത് പഴയ കുപ്പികളാണ്. ഇതുവരെ ഒരേപോലെയുള്ളത് ശേഖരിച്ച് പലതരത്തിലുള്ള കളറടിച്ച് ഒരു സെൽഫി പോയിന്റ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഒരു ഇരുമ്പിന്റെ ഫ്രെയിം ഉണ്ടാക്കി ചെമ്പ് കമ്പിയിലാണ് ഇത് കോർത്തേക്കുന്നത്, കാരണം നശിച്ചു പോകരുതെന്ന് വിചാരിച്ചിട്ട്. ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ കളക്ട് ചെയ്ത് പ്ലാസ്റ്റിക് പ്രൈമറൊക്കെ അടിച്ചിട്ടാണ് ഇത് പെയിന്റ് ചെയ്ത് ഇത് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടുവന്നു. നമ്മൾ ഈ പരിപാടി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഈ 2 കല്ലിന്റെ ബെഞ്ച് സ്പോൺസർഷിപ്പ് കിട്ടിയതാണ്. അപ്പോൾ ഈ റോട്ടറി ക്ലബും ലയൺസ് ക്ലബും നമുക്ക് സ്പോൺസർ ചെയ്തത്. ഇതിനൊരു ഭംഗി എന്ന രീതിയിൽ 2 ആംബിളുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പഴയ ടയറാണ്. ഇത് പെയിന്റ് അടിച്ച് നമ്മൾ മനോഹരമാക്കി ഒരു പുച്ചിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കൂളിൽ തന്നെ ജീവനക്കാരനായ സന്തോഷേട്ടന്റെ വീട്ടിൽ നിന്ന് എടുത്ത 2 ഉപയോഗശൂന്യമായ 2 പൈപ്പാണ്. ആ പൈപ്പാണ് നിങ്ങൾ ഇങ്ങനെ ഒരു എൻട്രി പോയിന്റിൽ സെറ്റ് ചെയ്തേക്കണം അല്ലേ? നമ്മൾ ചെടി നട്ടു വെക്കാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്തൊരു ചെടിച്ചട്ടിയുടെ പോലെ സെറ്റ് വെച്ചേക്കണം. ചെടികളൊക്കെ നട്ടിട്ടുണ്ടല്ലോ. വെള്ളം ഒഴിച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പഠിത്തമൊക്കെ ആയിട്ട് വരാൻ പറ്റില്ലല്ലോ. നമ്മുടെ സ്നേഹാരാമത്തിന്റെ അടുത്ത് തന്നെയാണ് പഞ്ചായത്തിന്റെ ടേക്ക് കെയർ ബ്രേക്ക് ഉള്ളത്. അപ്പൊ അവിടുത്തെ ഒരു ചേട്ടനാണ് ഒട്ടും പുല്ല് പിടിക്കാത്ത രീതിയിൽ നോക്കി നല്ല പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ മെറ്റിലൊക്കെ വിരിച്ചാണ് ഇവിടെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്തേക്കണേ. നമ്മുടെ ഈ പൂന്തോട്ടത്തിനടുത്ത് ഒരു കൊച്ചു പെട്ടിക്കടയാണ് കേട്ടോ. അമ്മേ, എങ്ങനെ കിടക്കുന്ന സ്ഥലമായിരുന്നു? അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാലോ. ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. കാട് പിടിച്ച് കിടന്ന് വേസ്റ്റ് ഒക്കെ ആൾക്കാർ കൊണ്ടിട്ടിട്ട് കൊണ്ടിടലേന്നും പറഞ്ഞ് ഞാൻ അവരെ അതെ അല്ലേ, എന്നാലും അനുസരണയുള്ളതുകൊണ്ട് അല്ലേ നമ്മളിവിടെ നിൽക്കൂല്ലോ. നല്ല കാര്യമല്ലേ? നല്ല കാര്യമുണ്ട്. ഒത്തിരി നാളത്തെ പരിശ്രമം കൊണ്ട് അതുപോലെ അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടുണ്ടായല്ലേ? പൂർണ്ണമായും കാട് പിടിച്ച് വളരെ മോശമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇവിടെ കിടന്നിരുന്നത്. ആളുകൾ വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും വേസ്റ്റ് കൊണ്ടും തള്ളാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ കിടന്നിരുന്നത്. കുമാരമംഗലം MKNMHS ഹൈസ്കൂളിലെ NSS വിഭാഗം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഇവിടെ വൃത്തിയാക്കുക, ഈ സ്ഥലത്ത് വന്ന് ഇവിടെ വൃത്തിയാക്കുകയും ഇവിടെ സ്നേഹാരാമം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. നല്ല മനോഹരമായിട്ട് തന്നെ തീർച്ചയായിട്ടും അത് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കാരണം നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ NSS
കുട്ടികൾ ഇതുപോലൊരു പരിപാടി ഒരു സംരംഭം ഇവിടെ നാടിന് വേണ്ടി ചെയ്തു. നാടിന് വേണ്ടി ചെയ്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് അഭിമാനമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പൂന്തോട്ടത്തിന് വിശേഷമാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പാഴ്വസ്തുക്കളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ ഇതുപോലെയൊക്കെ സംരക്ഷിച്ചാൽ ഈ കുട്ടികളെ പോലെ നിങ്ങൾക്ക് മുതിർന്നവർക്കെല്ലാം മാതൃകയാവാം. നാട്ടുകാരുടെ എല്ലാം ഒരു സപ്പോർട്ട് ഈ ഒരു പിന്തുണയ്ക്ക് വേണം. അപ്പോൾ ഇവർക്കൊരു വലിയ കൈയ്യടി കൊടുക്കാം.